അതെന്തിനാണ് അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. ഇപ്പം ഒരാൾ സന്യാസിയാകുന്നതിലൂടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഉടുവസ്ത്രം ഉപേക്ഷിക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റാത്തത് കൊണ്ട്, കൗപീന മാത്രം ധരിച്ചുകൊണ്ട് റോഡിൽ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാലം മാറിയതുകൊണ്ട്. അതാണ് ഗുരുസ്തു മൗനം വ്യാഖ്യാനം. ഗുരുവിൻ്റെ മൗനം ശിഷ്യൻ്റെ മനസ്സിലെ സംശയത്തെ ദൂരീകരിച്ച് ഇരുട്ടിനെ അകറ്റി. ഗുരു ശിഷ്യനിൽ നിന്ന് വ്യത്യസ്തനല്ല, പക്ഷേ ആ ഗുരുവിലൂടെ മാത്രമേ ശിഷ്യന് തൻ്റെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരാൾ, കിഡ്നി സംബന്ധമായ അസുഖമുള്ള ആൾ, അത്തരം രോഗികളെ നമുക്ക് ഈ ഹൃദയ സംബന്ധമായ അസുഖം എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ ഈ ആളിന് രോഗ്യം ഉണ്ടായി? ഈ സന്ദീപാനന്ദഗിരിയെ പോലുള്ള സന്യാസിമാരിവിടെ ഉണ്ട്. അപ്പോൾ അവരും ഗീത ക്ലാസ്സുകളുമായിട്ടും അതുപോലെ അത്തരം കർമ്മ മേഖലയിലാണ് നിൽക്കുന്നത്. സർക്കാർ പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ആശ്രമം കത്തിച്ചു. അങ്ങനെയുള്ളവരെ, അങ്ങയെപ്പോലുള്ളവർ സന്യാസി എന്ന് പറയരുത്. ഇതാണ് എൻ്റെ റിക്വസ്റ്റ്. അതാണ് അപേക്ഷയാണത്. സന്യാസിയാകണമെങ്കിൽ ഒത്തിരി യോഗ്യതകൾ വേണം. ഒരു കാവ്യ വസ്ത്രവും ധരിച്ച് കുറച്ച് അറിവ് നേടിയത് കൊണ്ട് സന്യാസിയാകുന്നില്ല. 72,000 നാഡീഞരമ്പുകളാണ് ശരീരത്തിലുള്ളതെന്ന് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 72,000 നാഡീഞരമ്പുകളെയും സ്വന്തം വരുതിക്ക് നിർത്തി സർവപ്രാണികളിലും ബ്രഹ്മദർശനം നടത്തി ഞാനെന്ന ഭാവമില്ലാത്തവനാണ് സന്യാസി. അല്ലാതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഓരോ സെക്കൻഡ് തോറും തന്തയെയും മാറ്റുന്നവരൊന്നും അവരെയൊന്നും സന്യാസി എന്ന് വിളിക്കാൻ പറ്റില്ല. സമ്യക്കായിരിക്കുന്നതൊക്കെ നിരസിക്കണം. ഭൗതികമായി കാണുന്നത് കാരണം സന്യാസ കർമ്മം, ഇപ്പം ഞാൻ ശങ്കരാചാര്യ പരമ്പരയിലെ ഒരു സന്യാസിയാണ്. 48 പിണ്ഡങ്ങളാണ് വയ്ക്കുന്നത്, 12 വെച്ച് 4. എത്രയോ ജന്മജന്മാന്തരങ്ങൾക്ക് മുമ്പുള്ള സകല പൂർവികർക്കും നമ്മൾ പിണ്ഡം കൊടുക്കുകയാണ്, ബലിയർപ്പിക്കുകയാണ്. ബലിയർപ്പിച്ച് പാപങ്ങൾ ഇല്ലാതാക്കുക. എന്തിനാണ് അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്? അല്ല, അത് നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. ഇപ്പം ഒരാൾ സന്യാസിയാകുന്നതിലൂടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം ഉപേക്ഷിക്കുകയാണ്. ഉടുവസ്ത്രം ഉപേക്ഷിക്കാൻ ഈ കാലഘട്ടത്തിൽ പറ്റാത്തത് കൊണ്ട്, കൗപീന മാത്രം ധരിച്ചുകൊണ്ട് റോഡിൽ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാലം മാറിയതുകൊണ്ട്. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരാളിന് മനസ്സ്, അദ്ദേഹത്തിൻ്റെ സകല ചിന്തകളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും തുടങ്ങിയ സകല വ്യാപാരങ്ങളും ഉപാസനാമൂർത്തിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആ ശരീരത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നതേയില്ല. അങ്ങനെ എന്ന് വെച്ചാൽ അർത്ഥം, ജീവാത്മാവിനെ പരമാത്മാവിനോട് ചേർക്കാനുള്ള സാത്വിക കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നവനാണ് സന്യാസി. ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ, അതാണ് ജീവാത്മാവ്. ആ ജീവാത്മാവിനെ പ്രപഞ്ചം മുഴുവൻ 14 ലോകവും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തോട് ചേർക്കാൻ തക്ക ആധ്യാത്മിക ചര്യകൾ നടത്തുന്നവനെ സന്യാസിയാകൂ. അതുകൊണ്ട് നമ്മൾ അറിയണം, കലിയുഗത്തിലെ സന്യാസിമാരുടെ ജീവിതം എന്ന് പറയുന്നത് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണെന്ന്. എന്നാൽ ഇതിനകത്ത് സന്യാസിമാരില്ലെന്ന് ചോദിച്ചാൽ സമർത്ഥരായ സന്യാസിമാരുണ്ട്. രാജയോഗ വിദ്യയൊക്കെ കൈവരിച്ച് എന്താണ് ഈശ്വരൻ, എന്താണ് ജീവൻ, എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്, ആ പരമാത്മാവിനെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ എങ്ങനെ പരമാത്മാവിനോളം ഉയർത്താം, വളർത്താം എന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ഗുരുക്ക്. അതാണ് പറഞ്ഞത്, ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലൊരു വരിയുണ്ട്, ഗുരുവും ശിഷ്യനും ഒന്ന് തന്നെയാണ്. ഗുരു ശിഷ്യനിൽ നിന്ന് വ്യത്യസ്തനല്ല, പക്ഷേ ആ ഗുരുവിലൂടെ മാത്രമേ ശിഷ്യന് തൻ്റെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അതായത് പരമമായ പവിത്രമായ മാർഗം തെളിയിച്ചു തരുന്നവനാണ് ഗുരു. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. അതൊരു വലിയ സബ്ജക്റ്റാണെന്ന് അറിയണം. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. അതായത് ഇപ്പം അങ്ങ് ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ഞാൻ ശിഷ്യനാണ്. എൻ്റെ മനസ്സിൽ ഈശ്വരനെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചും ഒത്തിരി സംശയങ്ങളുണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ സംശയം തീർക്കാൻ എനിക്ക് ആകെ ഉള്ളത് ഗുരുവാണ്. ഗുരു എന്ന് പറയുന്നത് ഇരുട്ടകറ്റുന്നവനെന്ന ഒരർത്ഥമുണ്ടല്ലോ.
ഇരുട്ടിനെ അകറ്റുന്നവനാണ്. എൻ്റെ ശിഷ്യനാകുന്ന എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇരുട്ട് അകറ്റാൻ ഗുരു ആയി പരമപദത്തിലിരിക്കുന്ന അങ്ങയ്ക്കേ കഴിയൂ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് അങ്ങയെ സമീപിക്കുകയാണ്. അങ്ങയെ സമീപിക്കുമ്പോൾ തന്നെ ഇവൻ എന്തിനാണ് എൻ്റെ മുമ്പിൽ വന്നതെന്ന് ഗുരുവായിരിക്കുന്ന ആൾ അറിയുന്നു. അതാണ് ഗുരുസ്തു മൗനം വ്യാഖ്യാനം. ഗുരുവിൻ്റെ മൗനം ശിഷ്യൻ്റെ മനസ്സിലെ സംശയത്തെ ദൂരീകരിച്ച് ഇരുട്ടിനെ അകറ്റി, സംശയം ദൂരീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടകറ്റുക എന്നാണ്. ഇരുട്ടകറ്റി അവിടെ ഈശ്വരീയതയുടെ ധർമ്മത്തിൻ്റെ ഭദ്രദീപം തെളിയിച്ചു വയ്ക്കാൻ തക്ക ക്രാന്തദർശിത്വം അഥവാ ദീർഘവീക്ഷണം ഉള്ളവനാണ് ഗുരു. ഇത്തരം സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ജീവിതത്തിലെ പല സാഹചര്യം പെടുന്നു, ഒപ്പം സന്യാസം സ്വീകരിക്കുന്നു. ഈ ജീവിതത്തിലൊക്കെ നമുക്ക് യോഗയ്ക്കും എന്ത് പ്രാധാന്യമാണ് നമ്മുടെ ഈ സന്യാസ ജീവിതത്തിലുള്ളത്? യോഗ എന്ന് പറയുന്നത് പ്രാണായാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. വളരെ വിശാലമായ, വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് യോഗ. യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ടവന് ബോധ്യമാകും. ആരുമായി യോഗം ചേരണം? പരമാത്മാവുമായി ജീവാത്മാവിനെ യോഗത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് യോഗ. ഉള്ളിൽ ജീവാത്മാവ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. ആ ജീവാത്മാവിനെ എങ്ങനെ പരമാത്മാവിനോളം കൊണ്ടെത്തിക്കാം അതറിയുന്നതാണ് യോഗ. സത്സംഗം യോഗയ്ക്ക് തുല്യമാണ്. സത്സംഗമാണല്ലോ ഭഗവാൻ സത്യസായി ബാബയും ഭഗവാൻ ശങ്കരാചാര്യനും തുടങ്ങിയ എല്ലാ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവിടികളും സ്വാമി വിവേകാനന്ദനും തുടങ്ങിയ എല്ലാ മഹത്തുക്കളും ഈ സത്യം കണ്ടെത്തിയിരുന്നു. ഇപ്പം നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന 100 മന്ത്രങ്ങളുള്ള പുസ്തകമാണ്. അതിലെ ഓരോ മന്ത്രവും ഓരോ പരമമായ തത്വത്തെ അല്ലെങ്കിൽ ദർശനങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഉപായങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി യോഗ ചെയ്യുന്നു, എനിക്കും അത്തരത്തിലുള്ള ആത്മീയമായ ഉയർച്ച ഉണ്ടാകാൻ ഇത്തരം യോഗകൾ ചെയ്താൽ, നല്ല ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് അങ്ങ് യോഗ ചെയ്യുന്നതെങ്കിൽ അങ്ങ് ഇപ്പോൾ കാണുന്ന ജീവിത ദർശനം തകിടം മറിഞ്ഞിട്ട് പുതിയ ജീവിത സങ്കല്പം മനസ്സിൽ രൂപം കൊള്ളുക തന്നെ ചെയ്യും. ഞാൻ ഇന്നലെ വരെ സങ്കല്പിച്ചിരുന്നതല്ല ജീവിതം, ഇന്നലെ വരെ ഞാൻ വിശ്വസിച്ചിരുന്നതൊന്നും പ്രമാണങ്ങളല്ല, ഇതാണ് സത്യമെന്ന ബോധം അങ്ങയുടെ മനസ്സിൽ ഉണരുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അനുഷ്ഠിച്ചു വരുന്ന യോഗ ഡേ ഒക്കെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം യോഗയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തു. ലോകമെമ്പാടും യോഗ ഡേ ആചരിക്കുന്നു. എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞ എക്സർസൈസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് പല സർക്കാർ. അതെ, എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബർട്രാൻഡ് റസ്സൽ എന്ന് പറയുന്ന ചിന്തകൻ, ജോർജ് ബെർണാഡ് ഷാ ഇങ്ങനെയുള്ളവർ പറഞ്ഞതുപോലെ ഈ ലോകത്തുള്ള ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ആശുപത്രികളും അടച്ചുപൂട്ടണം. മുഴുവൻ ആശുപത്രികളെ കൊടുക്കുന്നത് അത്രയും കെമിക്കലാണ്, ആളുകളെ രോഗികളാക്കുകയാണ്. ഈ സായിപ്പന്മാർ ഉരുട്ടി വച്ചിരിക്കുന്ന ഈ സാധനം മുഴുവനും എടുത്തു കളഞ്ഞ് ഈ ആശുപത്രികൾ അടച്ചുപൂട്ടണം. എന്നിട്ട് മുഴുവൻ കുട്ടികളെയും വൃദ്ധകളെയും മുഴുവൻ ആളുകളെയും യോഗ പഠിപ്പിച്ചെടുത്താൽ അവർ പൂർണ്ണ ആരോഗ്യമുള്ളവരും ഈ രാജ്യത്തിൻ്റെ വിലപ്പെട്ട സംഭാവന ചെയ്യാൻ പ്രാപ്തരുമായി തീരും. ഇപ്പോൾ കാർഡിയാക്ക് നടക്കില്ലെന്ന് നമുക്കറിയാം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരാൾ, കിഡ്നി സംബന്ധമായ അസുഖമുള്ള ആൾ, അത്തരം രോഗികളെ നമുക്ക് ഈ ഹൃദയ സംബന്ധമായ അസുഖം എന്ന് അങ്ങ് പറയുന്നത് എങ്ങനെ ഈ ആളിന് രോഗ്യം ഉണ്ടായി? അതല്ലേ ഈ ആയുർവേദവും അലോപ്പതിയും പോലുള്ള വിഷയമാണ് ഇപ്പം അങ്ങ് പറയുന്നത്. അലോപ്പതി ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? രോഗത്തിനാണ്. ആയുർവേദം എങ്ങനെ ചികിത്സിക്കുന്നു? രോഗം വരുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ടാകും, കാരണം. ആ കാരണത്തിനാണ് ചികിത്സിക്കുന്നത്. കാരണത്തിന് ചികിത്സിക്കുമ്പോൾ പിന്നെ ആ രോഗം വരില്ല. അതിന് ദൈർഘ്യം ഉണ്ടാവൂലേ? ഈ ദൈർഘ്യം ഉണ്ടാകില്ല, ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഈ രോഗി മരിച്ചു പോകാനോ അല്ലെങ്കിൽ അത്തരം സാധ്യതയില്ലേ? അത് ശരിയാ. ജീവനെ നിലനിർത്താൻ വേണ്ടി ഞാൻ വളരെ എല്ലാത്തിനെയും ഒന്നിനെയും മോശമായി കാണുകയല്ല. ഞാൻ പറയുന്നത് അനാവശ്യമായി പണമുണ്ടാക്കണമെന്ന മോഹം ഡോക്ടർമാരുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവർ വേണ്ടാത്ത ടെസ്റ്റുകൾ നടത്തുകയും ഈ രോഗികളെ തൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇരയെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള മനസ്സോടുകൂടി. അത് ഒരുതരം എന്താ പറയുന്നത്, മേഴ്സി കില്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, ദയാവധം എന്ന് പറയാം.
ഈ ഡോക്ടർമാരൊക്കെ നടത്തുന്നത് ദയാവധമാണ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ. യോഗ ചെയ്യാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് നല്ല ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരു ദിവസം 1 മണിക്കൂർ ഈ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ ആ ആള് രോഗം ബാധിക്കില്ല എന്നത് 100% ഉറപ്പാണ്. 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ വയ്യ, അതിനേക്കാൾ ഉരുട്ടി വെച്ചിരിക്കുന്ന വേറൊരു രോഗം കൊണ്ട് തരുന്ന ഉരുട്ടി വെച്ചിരിക്കുന്ന ഗുളിക വാക്കാത്തിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ ആ ആൾ വിചാരിക്കുന്നത് ഡോക്ടർ പറഞ്ഞ് സ്റ്റെതസ്കോപ്പൊക്കെ തൂക്കി കോട്ടൺ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരാൾ പറയുന്നത് കേൾക്കും, ഒരു കാവ്യ വസ്ത്രം ധരിച്ച സന്യാസി പറയണത് കേൾക്കും. സന്യാസിക്കൊന്നും അറിയില്ല എന്ന് അവർ വിശ്വസിക്കും.